ഹലോ ഓൾ, ഇത് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഒന്നുമില്ല, ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് നമ്മളൊക്കെ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ. അപ്പോൾ നമ്മൾ നേരെ പള്ളിയിൽ പോകണമെങ്കിൽ നമ്മളെ ദ്വീപിൽ പള്ളിയില്ല, അപ്പുറത്തെ ഐലൻഡിലാണ് പള്ളി ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മൾ പോണ ബോട്ട്. അപ്പോൾ ബോട്ട് ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എടുക്കാറില്ല, ഇവിടെ കരയിൽ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇറക്കണമെങ്കിൽ ആദ്യം നമ്മൾ എക്സ്കവേറ്റർ വന്നിട്ട് അത് പൊക്കിയിട്ട് വേണം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. ഈ വരുന്നതാണ് നമ്മളെ മുസമ്മിൽ ബായി. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്യാണ് നമ്മളെ ബോട്ട് വെള്ളത്തൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബോട്ടിന് ഇവിടെ നമ്മളിത് സ്പീഡ് ബോട്ടിൻ്റെ ചെറിയൊരു വെർഷനാണ്. ഓക്കെ, ഇത് നമ്മൾ ഡിങ്കി എന്ന് പറയാം. ഏകദേശം ഇപ്പോൾ 1 month കഴിഞ്ഞ് അവിടെ മാൽദ്വീപ്സിലെത്തിയിട്ട്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബെൽറ്റ് വെച്ചിട്ട് നമ്മൾ എക്സ്കവേറ്ററിനെ കണക്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, എക്സ്കവേറ്റർ കൊണ്ട് അതിന് നേരെ അടിയിലേക്ക് ഇറക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, ആളുകളൊക്കെ ബോട്ടിലേക്ക് കയറാനുള്ള ധൃതിയിലാണ്. എല്ലാവരും പോകുന്നുണ്ട് ബോട്ടിൻ്റെ അടുത്തേക്ക്. അതിൽ ബോട്ടിലുള്ള 2 ആൾക്കാരാണ് ഇവിടുത്തെ മാലദ്വീപിലെ ആൾക്കാരാണ്. ഒരാൾ മുഗ എന്ന് പറയും, മറ്റേ ആൾ ചിഫാസ്. മുഗയാണ് നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ. പിന്നെ മുഗ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ വെള്ളിയാഴ്ച മാത്രമേ അവർക്ക് ആ ഡ്യൂട്ടി, ബാക്കിയുള്ള ദിവസമൊക്കെ അവർക്ക് അവിടെ സൂപ്പർവൈസറായിട്ടുള്ള പോസ്റ്റാണുള്ളത്. അങ്ങനെ അവർ ബെൽറ്റ് ഇറക്കി ഒരു കരയിലേക്ക് വന്നു ബോട്ട്. എല്ലാവരും തിക്കി കയറുന്നുണ്ട്, പക്ഷേ മാക്സിമം ലിമിറ്റ് ഉണ്ട്, 8 പേർക്ക് വരെ സമയം കയറാൻ പറ്റുള്ളൂ. അങ്ങനെ 8 പേര് പോയി, എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അവർ പോയിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം അവർ തിരിച്ചു വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ട്രിപ്പിൽ നമ്മൾ പോകും. അങ്ങനെ അവർ പോവാണ്. അവർ പോയിട്ട് ഇനി തിരിച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ രണ്ടാമത് ബോട്ട് എത്തി. അങ്ങനെ എല്ലാവരും കയറുന്നുണ്ട്. നമ്മളതിൽ 7 പേരുള്ളായിരുന്നു, ബാക്കി എല്ലാവരും അതിൽ പോയതുകൊണ്ട് ഇതിൽ 7 പേര്. അങ്ങനെ പക്ഷേ ഇതിലെന്താ വെച്ചാൽ സ്പീഡ് ബോട്ടിൽ സാധാരണ ലൈഫ് ജാക്കറ്റൊക്കെ വേണം. ഇതിൽ ലൈഫ് ജാക്കറ്റൊന്നും ഇല്ല. എല്ലാവരും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയാറുണ്ടായിരുന്നു, ലൈഫ് ജാക്കറ്റൊന്നും ഇല്ല, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ. എല്ലാവരും വെള്ളിയാഴ്ച പള്ളിക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എല്ലാവരും അതിൽ കയറും. അതെ. പിന്നെ മുഖ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു റഫ് ഡ്രൈവറാണ്. എല്ലാവർക്കും പേടിയാണ് മുഖേൻ്റെ കൂടെ യാത്ര ചെയ്യാൻ. ഓക്കെ, അങ്ങനെ നമ്മളെ യാത്ര പുറപ്പെട്ടു. ആ കാണുന്നതാണ് നമ്മൾ ഐലൻഡ്. ബൊമസ്തു എന്നാണ് ഐലൻഡിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ഒപ്പമുള്ളൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അവനും എൻ്റെ ഫോൺ വാങ്ങിയിട്ട് അവൻ എനിക്ക് എടുത്തു തന്നൊരു വീഡിയോ ആണിത്. നല്ല സ്പീഡിലാണ് പോകുന്നത്. ഏകദേശം ഒരു 40 to 50 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഡിങ്കി പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പിടിച്ചിരിക്കുന്നുണ്ട് ബാക്കിലാണ്ടില്ലേ. അവന് കപ്പിയിരിക്കണം നോക്കാം. നമ്മൾ സീറ്റിലല്ല, സീറ്റിന് മുകളിൽ കയറിയിരിക്കുന്നത്. മുഖമെന്ന് പറഞ്ഞ ഒരു റഫ് ഡ്രൈവറാണെന്ന് പറഞ്ഞില്ലേ. ഫുള്ള് നല്ല ഒരു എന്താ പറയുക, നമ്മൾ റോഡിലേക്ക് ബൈക്ക് ഓടിക്കുന്ന പയ്യന്മാരുണ്ടല്ലോ, അതുപോലെയാണ്. ഭയങ്കര ഒരു സ്കിൽഡ് ഡ്രൈവറാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മളെ ഐലൻഡിലെത്തി. 80 ആണ് നമ്മൾ ഇപ്രാവശ്യം പള്ളിയിൽ പോയ ഐലൻഡ്. 2 ഐലൻഡാണുള്ളത്, കേക്ക് ഐലൻഡും ഉണ്ട്, 80 ഐലൻഡും ഉണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട്. ഇപ്രാവശ്യം നമ്മൾ പോയത് 80 പള്ളിയിലേക്കാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്തി 80 ഐലൻഡിലെത്തിയിട്ടുണ്ട്. ഐലൻഡിൻ്റെ ഒരു ചെറിയൊരു വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ എൻട്രൻസും. പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പബ്ലിക് സർവീസ്, അതായത് നമ്മൾ KSRTC ഒക്കെ പോലെ ഇവിടെ സർവീസ് നടത്തുന്ന വണ്ടിയാണിത്. ഇതാണ് നമ്മൾ പോണ പള്ളി. വെള്ളിയാഴ്ച ചുമക്ക് ഈ പള്ളിയിലാണ് നിസ്കരിക്കാൻ പോവുക. ഓക്കെ, ബാക്കി അവിടുത്തെ വീടുകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ചെറിയൊരു 200 ആളുകൾ താമസിക്കുന്ന ചെറിയൊരു ഐലൻഡാണിത് 80 എന്ന് പറയുന്നത്. പള്ളി ഇതാണ്, ബാക്കി ഇനി പിന്നെ പറയാം.